ഓട്ടോക്കാരന്റെ മോൻ ഓട്ടോ ഓടിച്ചാൽ പോരെ, എന്തിനാ ഇന്ത്യൻ ടീമിലേക്ക് കയറി വരുന്നത്? അതെന്താ സാറേ ഓട്ടോക്കാരന്റെ മോനൊരു പ്രശ്നം? ട്രോളുകളോട്, അവഗണനകളോട് എന്നും പ്രകടനങ്ങൾ കൊണ്ട് മറുപടി പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ചെണ്ട സിറാജിൽ നിന്ന് സിറാജിക്കായി മാറിയ ഒരാൾ, മുഹമ്മദ് സിറാജ്. നീ പോ മോനെ ദിനേശാന്ന് ഓരോ പ്രതിസന്ധികളോടും പറഞ്ഞു മുന്നോട്ട് വരുന്ന മുഹമ്മദ് സിറാജ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോകായിരുന്നു, ഈ ഒരു കാര്യത്തിന് വരെ ട്രോളുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളത്. സാധാരണക്കാരനായിട്ടുള്ള ഒരു ഓട്ടോക്കാരൻ്റെ മകൻ, ഓട്ടോക്കാരനായിട്ടുള്ള പിതാവ് മരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ ഓർമ്മകളിൽ, അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളിൽ, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഈ ഒരു താരത്തെ ഇപ്പോഴും ട്രോളാൻ ഉപയോഗിക്കുന്നു. അച്ഛൻ ഓട്ടോക്കാരനല്ലേ, നിനക്ക് ഓട്ടോ ഓടിച്ച് നടന്നാൽ പോരെ, എന്തിനാ ഇന്ത്യൻ ടീമിലേക്ക് വരുന്നത് എന്നുള്ളത്. നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന സമയത്ത് ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർ മുഹമ്മദ് സിറാജ് ആകുമ്പോൾ ഏതെങ്കിലും മത്സരങ്ങളിൽ മോശം പ്രകടനങ്ങൾ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നിന്നെ കൊണ്ടൊന്നും ക്രിക്കറ്റ് കളിക്കാൻ കൊള്ളൂല, നിനക്ക് ഓട്ടോ ഓടിക്കാൻ പോരെ എന്ന് ചോദിക്കുന്നവരോട് മുഹമ്മദ് സിറാജ് കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ്റെ തൊഴിൽ എനിക്ക് അപമാനമല്ല, അഭിമാനമാണ്. ആ തൊഴിലിലൂടെ, ആ ഒരു മനുഷ്യന്റെ വാക്കുകളിലൂടെയാണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങളെല്ലാം നെയ്തെടുത്തിട്ടുള്ളത്. ഒരച്ഛനെ കുറിച്ച് ഓർത്ത് ഒരു മകന്റെ അഭിമാനം തുളുമ്പുന്ന വാക്കുകൾ. ഇന്ത്യ ഓസ്ട്രേലിയ വാമപ്പ് മാച്ചിനിടയിൽ ഗ്രീനിന്റെ തലയിലേക്ക് ഒരു ബാറ്റ്സ്മാൻ പന്തടിച്ചിട്ടപ്പോൾ റൺസിനോടാതെ ആ ഒരു ബൗളറിന്റെ അടുത്തേക്ക് ഓടിയെത്തി അവൻ സുരക്ഷിതനാണോ എന്ന് ഉറപ്പുവരുത്താൻ ഓടിയെടുത്തത് ഈ ഒരു സാധാരണക്കാരന്റെ മകനാണ്, ഈ ഓട്ടോക്കാരന്റെ മകനാണ്. സ്വന്തം അച്ഛന്റെ മരണമറിഞ്ഞ് കോവിഡ് പ്രോട്ടോകോൾ കാരണം നാട്ടിലേക്ക് പോകാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ടീമിനായി കളിച്ച് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് അച്ഛന്റെ സ്വപ്നം നിറവേറ്റിയത് ഈ സാധാരണക്കാരനായ ഓട്ടോക്കാരന്റെ മകനാണ്. ഒരു സൂപ്പർ ഹീറോയുടെ മകൻ്റെതാണ്. ഒരുപാട് പേർക്ക് സ്വപ്നം കാണാൻ ഊർജം നൽകിയ ഒരു സൂപ്പർ ഹീറോയുടെ മകൻ്റെതാണ് മുഹമ്മദ് സിറാജ്. തോൽക്കുമ്പോഴും ജയിക്കുമ്പോഴും നിങ്ങൾ മുഹമ്മദ് സിറാജ് ആണ്, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഹമ്മദ് സിറാജ്. ഒരുപാട് കുട്ടികൾക്ക്, ക്രിക്കറ്റ് സ്വപ്നം കാണുന്ന കുട്ടികൾക്ക് ഊർജമാകുന്ന പേര്. ഇനിയും ആ ഊർജം തുടരട്ടെ. മുഹമ്മദ് സിറാജ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇഷ്ടമുഖമായി തുടരും. മുഹമ്മദ് സിറാജിനെ ഇഷ്ടപ്പെടാൻ നിങ്ങൾക്കൊരു കാരണം ഉണ്ടെങ്കിൽ അതെന്താ? കമന്റ് ബോക്സിൽ പറയണേ.